ഹലോ ഫ്രണ്ട്സ്, അയാൻ ആൻഡ് ഡിസ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലപ്പുറം സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ആരുണ്ടാക്കാൻ പോണേന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉമ്മമാനെ പരിചയപ്പെടാം. ഉമ്മമാരുടെ പേരെന്താണ്? ഐഷുമ എന്നാണ് പേര്. അപ്പോൾ ഇമ്മമാനോട് ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. മലപ്പുറം ബിരിയാണി നല്ല ടേസ്റ്റാണ്. മലപ്പുറം ബിരിയാണി എന്താണ് മലപ്പുറം ബിരിയാണി മറ്റു ബിരിയാണിയിൽ നിന്ന് വേറിട്ടിരിക്കുന്നത്? അത് പ്രത്യേകത ഉണ്ട്. മലപ്പുറം ബിരിയാണി പറഞ്ഞാൽ പുറത്ത് ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണ് മലപ്പുറം ബിരിയാണിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള മലപ്പുറം ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. അപ്പൊ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാ വേണ്ടത്? 1.5 കിലോ അരി. 1.5 കിലോ അതിന്റെ അരിയാണത്. ഇത് വീട്ടിൽ ഇതിൻ്റെ അരിയാണ്, നല്ല അരിയാണ്. ഇവിടെ എന്താ പേര് പറയാ? യൂറ്റിസി അല്ലേ? ഓക്കെ, അപ്പോ മലപ്പുറം ഭാഷയില് ആലപ്പുഴ സൈഡിലോട്ടൊക്കെ ജീരകശാല അരിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ എത്രയാണ്? ചിക്കൻ 1.5 കിലോ ആണ്. ചിക്കൻ 1.5 കിലോ അരി. ഇത് നമുക്ക് ഇത് തിളപ്പിച്ച് കുറച്ച് രൂപമായിട്ട് ഇത് വാടിയതിന് ശേഷം ഇതിൽ കിടലാണ് ബിരിയാണി നമ്മൾ മലപ്പുറം ബിരിയാണി. പിന്നെ വെള്ളുള്ളി 3 വട, ഇഞ്ചി 100, 5 പച്ചമുളക്, പിന്നെ കുറച്ച് ചപ്പ്, കുറച്ച് മല്ലിച്ചപ്പ് രണ്ടും. ഇത് നമ്മുടെ ഇത് കൂടിക്കാണ്ടേക്ക് പാട്ടുമ്പടണം. പിന്നെ ഒരു 200 വെല്ലുള്ളി, അത് മതി 1.5 കിലോ. പിന്നെ ഒരു 300 തക്കാളി ഉണ്ടാവും, അത് മതി നമുക്ക്. പിന്നെ പൊടി ഇതായി ഇത് ഗരം മസാല, ബിരിയാണി മസാല, ഇത് മുളകും പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ബിരിയാണി മസാല, ഇത് കുരുമുളകും പൊടി. പിന്നെ ഇത് നമുക്ക് ഉള്ളിൽ നമ്മൾ ഇറച്ചി വാട്ടുമ്പോൾ പിന്നെ മസാലകൾ ചേർക്കുമ്പോൾ ഇത് നമുക്ക് ഇച്ചിരി പാകം കൊടുക്കണം. എന്നാൽ നല്ല രസമാണ് നമ്മൾ ഈ പിന്നെ മലപ്പുറം ബിരിയാണി. പിന്നെ ഇത് നമ്മൾ വണ്ടിപ്പരിപ്പ് മുതങ്ങി നമ്മൾ സാധാരണ ചോദിച്ചിട്ട് വിടും. പിന്നെ അങ്ങനെ വെതറി കൊടുക്കുമല്ലോ നമ്മൾ. പിന്നെ മോനെ ഇതാണ് മക്കളെ, ഇതാണ് നല്ലത്. നമുക്ക് ബിരിയാണിക്ക് വാട്ടുമ്പോൾ ബിരിയാണി ഇറച്ചി വാട്ടുമ്പോൾ ഇതാണ് നല്ലത്. ഇതാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ നെയ്യില്ല മോളെ, നെജ്ജ് നമുക്ക് ഇങ്ങനെ വെതറി കൊടുക്കണം ചോറ് വന്നതിന് ശേഷം. ഇനി ഞങ്ങൾ ഈ വെള്ളം എടുത്തിട്ടാണ്ട് ഇത് ഇട്ടിട്ട് അരി വെക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഞങ്ങൾ തിളപ്പിച്ചു. എന്നിട്ട് അരി ഇതിക്കിടും. ഇനി വെള്ളം തിളച്ചിട്ട് ഈ ക്യാരറ്റ് ഞങ്ങളിടും. ഇപ്പോൾ തന്നെ ക്യാരറ്റ് ഇടും. ഞങ്ങൾ കുറച്ച് മുന്തിരി ഇടും, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടും. പിന്നെ ഞങ്ങൾ കുറച്ച് ഇപ്പ് ഇടും. ഇപ്പം നമ്മൾ അരിക്ക് ചേരാൻ ഇടും. വെള്ളം തീമാട്ട് ഇനി നമ്മളത് തിളച്ച് വരുമ്പോൾ അരി ഇടും. അത് അപ്പോൾ നമ്മൾ മസാല ഇടാൻ റെഡിയാക്കാം.
തിളച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ ഊറ്റും ഒരു പകുതി വേവായിട്ട് എന്നിട്ട് ഊറ്റിട്ടാണ് പിന്നെ ഞങ്ങൾ ഇറച്ചി നന്നാക്കും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ടു. അപ്പോൾ ഇതൊരു പകുതി മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ ഈ അരി എടുക്കും. പിന്നെ മസാല റെഡിയാക്കും അല്ലേ? അരി മുക്കാൽ വേവായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഊറ്റിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ചോറ് ഊറ്റി മുക്കാൽ പോലെ ഞങ്ങൾ ചോറായിട്ട് ഊറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇറച്ചി തീ വെക്കണം. അതിന് ഞാൻ ചെമ്പട്ടി ഇതാ വെക്കണം. എന്നിട്ട് അത് കുറച്ച് നമ്മൾ കായം കൂട്ടി കുടിച്ച് കുറച്ചൊരു വേവായിട്ട് ചോറ് തെറ്റിക്കാൻ സിമ്മിടും. ഇനിയിപ്പോൾ സൺഫ്ലവറാണ് വേണ്ടത്. ഇതിലാണ് നമുക്ക് ഉള്ളി വാട്ടേണ്ടത്. ഇതിൽ ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഒട്ടുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക്. ഇനി ഇതാ ഞങ്ങൾ ഉള്ളി ഇടണം. ഉള്ളി വാടി ഒന്ന് കുറച്ച് വാടിയ ശേഷം ഞങ്ങൾ തക്കാളി മസാലകളൊക്കെ ഇടും. ചെമ്പ് വെച്ചിട്ട് ചൂടായപ്പോൾ എണ്ണ ചൂടായി വരാൻ നേരത്ത് നമ്മൾ ഉള്ളി ഇട്ട് ഇനി ഉള്ളി ചെറുതായിട്ട് വാടി വരണം അല്ലേ? ഉള്ളി വാടാനായിട്ട് നമ്മൾ ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ഇടുമോ? ഇപ്പൊ വേഗം വാടും അല്ലേ? ഉള്ളി എളുപ്പം വാടാൻ നമ്മൾ കുറച്ച് ഇപ്പ് ഇങ്ങനെ അങ്ങനെ വളർന്നു. അപ്പൊ ഉള്ളി എന്തോരം വാടണം? മുരിയണോ അതോ ചെറുതായിട്ട് വാടിയാൽ മതിയോ? കുറച്ചൊരു മുരിയണം. നല്ല മുരിയണ്ട, കുറച്ചൊരു മുരിയണം. ആ കുറച്ച് മുരിയുടെ ശേഷം നമ്മൾ ഉള്ളി ഇഞ്ചി അരച്ചത് വെള്ളുള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഇറക്കും. ചെറുതായിട്ട് വാടിയ ഉടനെ നമ്മൾ ചതച്ച് വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലോട്ട് ഇടും. കുറച്ചൊന്നും വരുത്തിട്ട് ഞാൻ വെള്ളുള്ളി ഇഞ്ചി പച്ചമുളക് ഇതുപോലെ ഇട്ടുകൊണ്ട് ഇറക്കും ഞങ്ങൾ. എന്നിട്ട് ഇറക്കിയിട്ട് ഒന്ന് കുറച്ച് പരുവത്തിനായിട്ട് വാടിയ ഉള്ളിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പച്ചമുളകൊക്കെ മാറുമായിരുന്നു. ഇനി ഞങ്ങൾ തക്കാളി ഇട്ടു. അതിലോട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇറച്ചി ഇട്ടുകൊണ്ട് നല്ലാണ്ട് വേണ്ടിയിട്ട് കുറച്ച് നല്ല വേണ്ടി ദമ്മിടും.
അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കാൻ പോകണം അല്ലേ? മസാല ഇട്ട് കൊടുക്കാൻ പോകണം. ഇത് മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടിയാണ്. നമ്മൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല, എരിവ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചിടാം അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് മഞ്ഞപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് അതൊക്കെ എളുപ്പം ഉണ്ടാകണം പണിയാണ്. ഇത് തൈര് ഇടണം. ഇത് തൈര് ഇട്ടിട്ടാണ് ഒരു അര പാക്കറ്റ് തൈര് ഇട്ടിട്ടുണ്ട്. തൈരിട്ട് ഇനി നമ്മളെ ഈ ഉപ്പ് എങ്ങനെയാണെന്ന് ഇനി ഉപ്പ് നോക്കണം അല്ലേ? ഇപ്പം നോക്കണം. ഇപ്പം നോക്കണ്ടേ? കുറവാണല്ലേ? കുറച്ചും കൂടി ഉപ്പിടുക. അടിച്ചിട്ട് കുറച്ചൊന്നും വേണം. എന്നിട്ട് നമുക്ക് അതിക്ക് ചോറിടാം. പിന്നെ റെഡി. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറിടാം അല്ലേ? എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? അത് ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് മതിയോ അല്ലേ? ഇതാണ് നമ്മളിപ്പോൾ ഈ വണ്ടിപ്പയറ്റും മുന്തിരി ഇതിന് മുകളിൽ വെതരുന്നുണ്ട്. ഇത് മലപ്പുറം ബിരിയാണിയാണ്. ഇതൊന്ന് ടേസ്റ്റ് നോക്കണം വെച്ചിട്ട്. ഇപ്പം കഴിക്കുന്ന പണിയാണ്. നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിക്കുന്ന പണിയാണ്. ഇനി ഇവിടെ ചോറാണ് ചോറിടാൻ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടി ആൾക്കാരെ കുറിച്ച് നമ്മളിപ്പോൾ ചോറിടാൻ പോകണല്ലേ? ബിരിയാണി തന്നെ.
ഇതിലേക്ക് നാടൻ വെച്ച് ആദ്യം പശുവിനെ ഞങ്ങൾ ഉണ്ടാക്കിയത് സംഭവകാരമായതുകൊണ്ടാണ് ഇനി ഞങ്ങൾ ഇതിലേക്ക് നെയ്യിട്ടിട്ടാണ് പായസം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് നല്ല മലപ്പുറം ബിരിയാണിയാണ്. ഞങ്ങൾ മലപ്പുറം വെക്കുന്ന നാടൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ മേലോട്ട് നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ചെറിയ ഗാർണിഷിങ്ങും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് ദമ്മിടാൻ പോവാണ്. ഇനി ഇതൊക്കെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ്ട് കുറച്ചൊരു 10 മിനിറ്റ് ഞങ്ങൾ നിറച്ച് വെക്കുക. എന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ടേസ്റ്റ് നോക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മലപ്പുറം ബിരിയാണിയാണ്. നിങ്ങൾക്ക് പറ്റും. മലപ്പുറത്തെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ ആലപ്പായക്കാർക്കും എല്ലാ നാട്ടിലും മലപ്പുറം ബിരിയാണി ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇതിപ്പോൾ അടച്ചു വെച്ചപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ചപ്പിട്ടു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പണി നമ്മൾ പണിയൊന്നും ഇല്ല. ഉള്ളിയും തക്കാളിയും അരിഞ്ഞ ദിവസം ഞങ്ങൾ അടച്ചു. ഞങ്ങളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ദമ്മിട്ടിരുന്നു. ഞാൻ ദമ്മ പൊട്ടിച്ചാണ്. ഞങ്ങൾ ടേസ്റ്റ് നോക്കും. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇത് രണ്ടും മിക്സ് ചെയ്യണം. അത് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ മലപ്പുറം സ്റ്റൈൽ നാടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരാളെ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ നാടൻ കോഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര യമ്മി ആയിട്ടുണ്ട് കണ്ടിട്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കാം. സൂപ്പറായി എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് നല്ല ഞങ്ങൾ മലപ്പുറം ബിരിയാണി നല്ല ടേസ്റ്റാണ് എന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.